നമസ്കാരം കൂട്ടുകാരെ, എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത് എവിടെയാണെന്നല്ലേ? നമ്മൾ പറയില്ലേ മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല എന്നൊക്കെ, എന്ന് എനിക്ക് തോന്നിയിരുന്ന ഒരിടമാണിത്. ഇത് പക്ഷേ കേരളത്തിലെ തന്നെ സയൻസ് ആൻഡ് ടെക്നോളജി മ്യൂസിയമാണിത്. ദ റീജിയണൽ സയൻസ് സെൻറ്റർ ചാലക്കുടി. ചാലക്കുടിയിലെ പോട്ടയിലെ പനമ്പിളി കോളേജിനടുത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ പ്രത്യേകമായിട്ട് ഫിസിക്സ് തിയറീസിൻ്റെ എക്സിബിഷനാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ന്യൂട്ടൺസ് ലോ, ഇലക്ട്രിസിറ്റി ആൻഡ് സർക്യൂട്ട്, ഗ്രാവിറ്റി ആൻഡ് സ്പേസ്, ലൈറ്റ് ആൻഡ് റിഫ്ലക്ഷൻ, സൗണ്ട് ആൻഡ് വേവ്സ്, മാഗ്നറ്റിസം, എനർജി എന്നു തുടങ്ങിയ ഫിസിക്സിലെ എല്ലാവിധ തിയറികളുടെയും പ്രാക്ടിക്കൽ എക്സ്പോ. ഇത് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾക്ക് പറഞ്ഞു തരാനായിട്ട് ഒരു ഗൈഡും കൂടി ഉണ്ടാവും. ഇവിടുത്തെ എൻട്രി ഫീ ആയിട്ട് വരുന്നത് ചിൽഡ്രൻസിനാണെങ്കിൽ 30 റുപ്പീസും അഡൾട്ട്സിനാണെങ്കിൽ 50 റുപ്പീസും. ഇത് മാത്രമല്ല ഇവിടുത്തെ പ്രത്യേകത, അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജീസിൻ്റെ എക്സ്പോം കൂടി ഇവിടെ ഉണ്ടായിരുന്നു. അതായത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, റോബോട്ടിക്സ്, സ്മാർട്ട് ഹോം ടെക്നോളജി, വെർച്വൽ റിയാലിറ്റി, ഓഗ്മെൻറ്റഡ് റിയാലിറ്റി എന്ന് തുടങ്ങിയ അഡ്വാൻസ്ഡ് ടെക്നോളജീസ് നമുക്കിവിടെ പരിചയപ്പെടാൻ സാധിച്ചു. ആനിമേറ്റഡ് ആയിട്ടുള്ള ആനിമൽസിൻ്റെ കൂടെ നിന്ന് സെൽഫിയും എടുക്കാം. ഇതെല്ലാം മെയിലായിട്ട് ഇവർ നമ്മൾക്ക് അയച്ചു തരും. ഇത് മാത്രമായിരുന്നില്ല, ഞാൻ എൻ്റെ മക്കളോടൊപ്പമാണ് ഇവിടെ വന്നത്. അവർക്കും ഇതൊരു പുതിയ വേറിട്ടൊരു അനുഭവം തന്നെയായിരുന്നു. ഇവിടെ മാജിക് മിററും കൂടി ഇവിടെ കാണാൻ സാധിച്ചു. ഇതിലൂടെ പുറത്തേക്ക് കിടക്കുന്ന ചെറിയൊരു ടാസ്ക് ആയിരുന്നു. കുട്ടികൾക്കാണെങ്കിൽ കുട്ടികളുടെ ബോറടി മാറ്റാനായിട്ട് ചിൽഡ്രൻസ് പാർക്ക് ഏരിയയും കൂടി ഇവിടെയുണ്ട്. ചിൽഡ്രൻസ് പാർക്ക് ഏരിയ മാത്രമായിരുന്നില്ല ഇവിടുത്തെ പ്രത്യേകത, ഇത് പാർക്കിനോടൊപ്പം തന്നെ പഠനം കൂടി ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. കളിയിലൂടെ അറിവ് നേടാനുള്ള ഒരു അവസരം കൂടിയായിരുന്നു ഇവിടെ. അതായത് നമ്മൾ ഓരോ സ്ഥലത്തും സയൻസിൻ്റെ തിയറീസ് എല്ലാം നമ്മൾക്കിവിടെ കണ്ടറിഞ്ഞ് പഠിക്കാനുള്ള ഒരു അവസരം കൂടിയായിട്ട് എനിക്കിവിടെ തോന്നി. കുറച്ച് വൈകിപ്പോയോ ഇവിടേക്ക് എത്താനെന്ന് മാത്രമേ ഒരു സംശയമുള്ളൂ. പീരിയോഡിക് ടേബിൾ, മഴ മാപ്പിനി എന്ന് തുടങ്ങിയ നമുക്ക് പഠിക്കാനുള്ള ഒത്തിരി അവസരം കൂടിയായിട്ട് എനിക്ക് തോന്നി ഇവിടെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കൂട്ടുകാരെ. അപ്പോൾ നമ്മൾ ഈ വെക്കേഷൻ സമയത്ത് കുട്ടികളെ ടിവിയിലും ഫോണിലെല്ലാം ഇരുത്തി അഡിക്ഷൻ ആക്കാതെ പുറത്തൊക്കെ ഇറങ്ങി, അടുത്താണെങ്കിലും നമ്മൾ മക്കളോടൊക്കെ ഒപ്പം ഇങ്ങനെയൊക്കെ പുറത്ത് ചിലവഴിക്കാൻ പറ്റുന്ന, റിലാക്സ് ചെയ്യാൻ പറ്റുന്ന അവസരം അങ്ങനെ വിനിയോഗിക്കാം. അപ്പോൾ ഇത്രയ്ക്കുള്ള വീഡിയോ കൂട്ടുകാരെ. ഇനി പുതിയൊരു വീഡിയോയുമായി നമ്മൾക്ക് പിന്നെ കാണാം. അതുവരേക്കും ബൈ ബൈ.